ഹായ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. കാലിക്കറ്റ് കിൻഫ്രയിൽ നമ്മൾ സ്പേസ് എടുത്തുന്ന ഒരു 300 സീറ്റ് വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹബ്ബ് നമ്മൾ ഇന്ന് ഇനാഗ്രേറ്റ് ചെയ്യുകയാണ്. ഇനാഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് ഓൾറെഡി ഈ ഒരു ഡിഫറെൻറ്റ് ലുക്കിലാണ്. അതേപോലെ തന്നെ ഞാൻ മാത്രമല്ല, നമ്മുടെ ടീം മെമ്പേഴ്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഇന്ന് ഒരു ഡിഫറെൻറ്റ് ലുക്കിലാണ് നിങ്ങളെ കാണാൻ പോകുന്നത്. അതിന് പുറമെ നമ്മൾ 100ാമത്തെ പ്ലേസ്മെന്റ് ആയിട്ടൊരു സെലിബ്രേഷൻ, അതായത് BroCamp 100ാമത്തെ പ്ലേസ്മെന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സെലിബ്രേഷനും കൂടെ നമ്മൾ ഇന്ന് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. വലിയൊരു സെലിബ്രേഷൻ, വലിയൊരു ഇവന്റ് ആയിട്ട് നമുക്ക് ഒരു ഏപ്രിൽ മന്ത്സിലേക്ക് പ്ലാൻ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. പിന്നെ വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ഇവന്റ് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മുടെ ഈ ഒരു ഇവന്റ് ഇനാഗ്രേറ്റ് ചെയ്യണത് നമ്മുടെ ഫസ്റ്റ് ഹബ്ബ്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഹബ്ബ് ആയതുകൊണ്ട് തന്നെ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്. എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഇനാഗ്രേറ്റ് ചെയ്യണത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവന്റിലോട്ട് കിടക്കാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ടീം മെമ്പേഴ്സിനെയും നമ്മുടെ ഓൾ ഇൻവെസ്റ്റേഴ്സിനെയും അതേപോലെ സാറിൻ്റെ അമ്മേനെയും അച്ഛനെയും കൂടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ചാനലിനൊരു പ്രത്യേകത കൂടിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിക്കും ആ ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ വരുന്ന കുട്ടികൾക്കും ഒരു പ്രത്യേകതയുണ്ട്. ഈ കുട്ടികൾ ഇവരുടെ ഒരു പൊതുവെയുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഇവർ കോളേജുകളിലോ സ്കൂളുകളിലോ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റാതെ ഒരു കരിയർ സ്റ്റക്കായിരിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാർ. അങ്ങനെയുള്ള കുട്ടികളാണ് ഇവിടെ വരുന്നത്. അതായത് സാധാരണഗതിക്ക് അവർക്കൊരു നല്ല ഭാവി ഇല്ല എന്ന് പൊതുവെയുള്ള ആൾക്കാർ മുദ്ര കുത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. പക്ഷെ അങ്ങനെ വരുന്ന കുട്ടികൾ ഇവിടെ 6 മാസം നല്ല കഠിനമായിട്ടുള്ള ട്രെയിനിങ് ആണ്. റിഗ്രസ് ആയിട്ട് ഇവർ രാവിലെ ഒരു 7 മണിക്ക് വന്നാൽ രാത്രി പോകുന്നത് 11 മണിക്കോ 12 മണിക്കോ ആയിരിക്കും. അതുവരെ അവർ പഠനമാണ്. അങ്ങനെ 6 മാസം കഴിഞ്ഞ് ഇവര് നമ്മുടെ ഇപ്പോൾ ഒരു ആവറേജ് പാക്കേജ് എന്ന് പറഞ്ഞാൽ 40,000 രൂപയാണ്. 6 മാസം കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് 40,000 രൂപ ആവറേജ്. അതിൽ 30,000 നിന്ന് പാസ്സാവണവരുണ്ട്, 60,000 നിന്ന് പാസ്സാവണവരുണ്ട്. റീസെൻ്റ് ആയിട്ട് നമ്മുടെ ടോപ്പ് 1,00,000 ചില്ലാനം രൂപക്ക് മന്ത്ലി സാലറിക്ക് പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇനാഗുറേഷൻ ഇവന്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 100ാമത്തെ പ്ലേസ്മെന്റിന്റെ സെലിബ്രേഷൻ. 100ാമത്തെ പ്ലേസ്മെന്റ് കിട്ടിയ ആരാണെന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ആയപ്പോൾ ഇനി ആരോടും വെളിപ്പെടുത്തരുത് ആ നമ്പർ ആരാണെന്ന്. അത് നമുക്ക് എന്താ പറയുക, അവരറിയാതെ പറഞ്ഞിട്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ 100ാമത്തെ, അങ്ങനെ 100 പേരാവുക എന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷം. 100 പേരാകുമ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. 100 പേരായിട്ട് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണം. 100ാമത്തെ ആരായിരിക്കും എന്നുള്ളത്, അയാൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സ്പെഷ്യൽ ഗിഫ്റ്റും കൂടെ നമുക്ക് ഇന്ന് കൊടുക്കാം. ഇന്ന് ആ ഒരു 100ാമത്തെ പ്ലേസ്ഡ് ആയ ആളെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേജിലോട്ട് വിളിച്ച് എന്ത് ചെയ്യാം, നമുക്ക് അതും കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്തേക്കാം. +2 എക്സാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാർത്തിസൂര്യയുടെ വീഡിയോ കണ്ടു. അങ്ങനെ ഞാൻ ബ്രോട്ടോടൈപ്പിൻ്റെ ചാനലിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ഈ നേരെ 100K കോഡിംഗ് ചലഞ്ച് കണ്ടു. അപ്പോൾ ഞാൻ ബ്രോക്യാമ്പിലെത്തിയതിന് ശേഷമാണ് അറിയുന്നത് സെൽഫ് ലേണിംഗ് ആണ്. +2 കഴിഞ്ഞ ഒരു 6 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ ജോലി കിട്ടാന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പം, അതും 5 LPAയുടെ ഒരു ജോലി കിട്ടിയെന്ന് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരൊക്കെ റിയലി ഇമ്പ്രസ്ഡ് ആണ്. കാര്യം അങ്ങനെ അവർ ഡിഗ്രി വഴി ജോലി കിട്ടാനാണ് അവർ നോക്കുന്നത്. ഒരിക്കലും വിചാരിക്കാതെ ഞാൻ എൻ്റെതായ സ്വയം തീരുമാനം എടുത്ത് വന്നതാണ്. ഡിഗ്രി വേണ്ടെന്ന് ഞാൻ തന്നെ വീട്ടുകാരോട് പറഞ്ഞ് വന്നതാണ്. ഞാൻ തന്നെ എന്തെങ്കിലും എൻ്റെ ലൈഫിൽ ചെയ്തു, ഞാൻ സ്വന്തമായിട്ട് ഡിസിഷൻ എടുത്ത് ചെയ്തു എന്നുള്ളൊരു ഇത് വന്ന ഫീൽ വന്നൊരു മൊമെൻ്റാണ്. 5 lakhും 6 lakh 7 lakh ഈവൻ 8 lakh വരെ നമ്മൾ സാലറി കിട്ടിയ ന്യൂസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിലൊക്കെ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഒരു 1 lakhന് മുകളിൽ മന്ത്ലി സാലറി മേടിക്കാം, അത് നമ്മൾ BroCamp അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്. 100 ചില്ലാൻ പ്ലേസ്മെന്റ് ആയ സമയത്ത് നമ്മളിതാ ഒരു 13 ലക്ഷത്തിന്റെ ആനുവൽ സാലറി പാക്കേജിലോട്ട് കയറിയിട്ടുള്ള നമ്മളൊരാള് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫാമിലിയോട് സർപ്രൈസ് ചെയ്യുന്നത് അവന് ഭയങ്കര ആവശ്യമായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞു അവൻ വീട്ടിൽ പറയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇവന്റ് നടക്കുമ്പോൾ, ഇനാഗുറേഷൻ ഇവന്റ് നടക്കുമ്പോൾ അവൻ്റെ ഉമ്മാനെയും അനിയനെയും ബാപ്പാനെയൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ്റെ ഉമ്മയും അനിയനും എത്തിയിട്ടുണ്ട്, ബാപ്പ എത്തിയിട്ടില്ല. അവർക്ക് അറിയില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ
നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഫ്രണ്ട്സും അറിയാം. പക്ഷെ അവൻ്റെ ഉമ്മാക്കൊന്നും ഈ സംഭവം അറിയില്ല. ഇത് 13 ലക്ഷം സാലറി, 1 ലക്ഷം മന്ത്ലി സാലറി കിട്ടാനുള്ളത്. അപ്പോൾ ആ രീതിയിൽ പ്ലേസ്ഡ് ആയെന്നുള്ള കാര്യം അറിയാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റേജിലോട്ട് വിളിച്ചിരുന്ന് സർപ്രൈസ് ആയിട്ട് ഈ ഒരു ന്യൂസ് അറിയിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, അതൊരു സെലിബ്രേറ്റ് ചെയ്യണം. അവന് നമുക്കൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. സോ ഈ ഒരു ഇവന്റിൽ ഏറ്റവും കിട്ടുന്ന മൊമെന്റ്, അതായത് അവരുടെ പാരന്റ് എങ്ങനെ പ്രതികരിക്കും നമുക്കറിയില്ല, ഇനി എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, നേരെ എന്ത് ചെയ്യുക, അനൗൺസ്മെന്റിലോട്ട് പോകാം. ഏറ്റവും വലിയ സംഖ്യയിൽ പ്ലേസ്മെന്റ് ആയിട്ടുള്ള ഒരാളുടെ ഇവിടെ, അവരുടെ പാരന്റ് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് അറിയില്ല അവർക്ക് ആ ജോലി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. മുഹമ്മദ് സലീം എന്നുള്ള ആളാണ്. ഞാനിപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുള്ളത് ഏകദേശം മന്ത്ലി ഒരു 1,08,000 ആ ഒരു റേഞ്ചിലായിരിക്കും എൻ്റെ സാലറി. ഞാൻ പ്ലേസ്ഡ് ആയിരിക്കുന്നത് ഡാറ്റ ടെക് എന്ന് പറയുന്ന മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഞാൻ ബിടെക് ആയിരുന്നു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. ഞാൻ 4th ഇയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പം നമ്മുടെ പ്രോട്ടോടൈപ്പ്, അവരുടെ വെബ് ഡിസൈനിങ് 100K കോഡിങ് ചാലഞ്ചൊക്കെ ഇറക്കുന്നത്. അപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതിനു ശേഷം വീട്ടിലിരുന്നുകൊണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ചുമ്മാ അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ പ്രോട്ടോടൈപ്പിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അവരുടെ സ്വയം താല്പര്യത്തോടെ തന്നെയാണ് ഈ മേഖലയിൽ എത്തിയിരുന്നത്. ഈ സാറിന്റെ ഒരു മോട്ടിവേഷൻ ഇത്ര പെട്ടെന്ന് ഇതിൽ കയറുന്നില്ല പ്രതീക്ഷിക്കുകയായിരുന്നു. അപ്പം ആ ഒരു വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് പേഴ്സണൽ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ IT ജോബിലോട്ട് മാറാം, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് മാറാം എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ ഈ ഒരു പ്രോട്ടോടൈപ്പിൽ അങ്ങനെ ജോയിൻ ചെയ്തത്. അത് നല്ല ഹാർഡ് വർക്ക് ആയിരുന്നു. രാത്രിയും പകലും ഒരേ ഒരാൾ നമുക്ക് നേടാൻ സാധിച്ചു 5 മാസം കൊണ്ടാണ്. നമ്മൾ ഈ ഒരു ഐഡിയ പറയുമ്പോഴേ, നമ്മളിപ്പോൾ ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാം, സെൽഫ് ലേണിംഗ് പ്രോഗ്രാം, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാമാണ്, ഒരു 6 months കൊണ്ട് ജോബിലോട്ട് എത്തിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഈ പലരും നമ്മൾ ഈ ഐഡിയ തുടക്കത്തിൽ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളെ ബിസിനസ്സിനെ വിശ്വസിക്കുകയും അതിന് വേണ്ടിയിട്ട് അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവാതെ എന്തായാലും നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ സ്പേസ് തന്നെ നമ്മൾ ഏകദേശം 1.5 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഈ സ്പേസ് തന്നെ ഈ ഇതിന് പോലും നമ്മളെ ഹെൽപ്പ് ചെയ്തുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവരെയും കൂടെ നമ്മൾ സ്റ്റേജിലോട്ട് വിളിച്ചു വരുത്തി നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഈ ഒരു എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. മറ്റെന്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല, നമ്മൾ ഓരോരോ ഫാമിലിനെ രക്ഷപ്പെടുത്തണം. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേജിലോട്ട് വിളിച്ചു വരുത്തി നമുക്ക് കുറച്ച് മൊമെന്റോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമ്മൾ ഈ ഒരു ഹബ്ബ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതും ഇതിൻ്റെ ഫുൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തുണ്ടാക്കിയതെല്ലാം ഫണ്ട് റേസിങ് എല്ലാം നടത്തിയത് ഒരു 2 മാസം കൊണ്ടാണ്. അപ്പോൾ ഈ 2 മാസത്തിൽ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1 month വർക്ക് ചെയ്യാൻ ശരിക്കും അവർക്ക് സമയം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ സമയം കൊണ്ട് ഇത്രയും വലിയൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്തെടുക്കുക എന്നുള്ള വലിയ ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ ഈ ഹബ്ബ് മൊത്തം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റീരിയർ വർക്ക്, അതേപോലെ ഇലക്ട്രിക്കൽ വർക്ക്, അതേപോലെ കട്ടൻ, മറ്റു കാര്യങ്ങൾ, ഈ ടേബിൾ ചെയർ, ഈ വർക്കുകളെല്ലാം തീർത്ത് 1 മാസം കൊണ്ട് നമുക്ക് തീർത്ത് ഡേ നൈറ്റ് അവരെ നമുക്ക് അനുവദിക്കാതിരിക്കാൻ പറ്റില്ല. അവരെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മൊമെന്റ് കൊടുത്തിട്ട് അവരെ നമുക്ക് സ്റ്റേജിലോട്ട് വിളിച്ചു വരുത്തി അനുവദിക്കാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മുടെ കാലിക്കറ്റ് ഹബ്ബ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം നമ്മൾ സ്പേസിനൊക്കെ ബുദ്ധിമുട്ടി ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്ത കുറേ ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് നമ്മളിതാ വലിയൊരു ഹബ്ബിലോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി കാലിക്കറ്റുള്ള കുട്ടികൾക്ക് നമ്മുടെ BroCampൽ വന്ന് പഠിക്കാൻ ഇത്രയും നല്ല ഫെസിലിറ്റി, അതായത് ഒരു IT കമ്പനിയിൽ എങ്ങനെയാണോ ഒരാൾ ഒരു IT പ്രൊഫഷണൽ എങ്ങനെയാണോ വന്ന് വർക്ക് ചെയ്യുക, ആ ഒരു മെത്തേഡ് തന്നെ ഒരു കുട്ടി വന്ന് പഠിക്കുക. ആ കുട്ടി വന്ന് പഠിക്കുക എന്ന് വെച്ചാൽ അത് സെൽഫ് റിസർച്ച് നടത്തി കണ്ടുപിടിച്ച് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുന്ന രീതി, അത് ഒരു കമ്പനി കയറുന്നതിന് മുന്നേ ആ രീതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കമ്പനിക്ക് പിന്നെ ആ പ്രൊഫൈലിനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇതിലും നല്ല പ്രൊഫൈൽ വേറൊരു എഡ്യൂക്കേഷൻ സ്ഥാപനത്തിനും കൊടുക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ വർക്ക് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു കുട്ടി ഒരു പഠിക്കുന്ന രീതി,
അല്ലാതെ നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഇരുത്തി ഒരു ബെഞ്ച് ഡെസ്കിൽ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ രീതിയിൽ സെറ്റപ്പ് ചെയ്ത് അപ്പം ഞങ്ങൾ പണ്ട് മുതലേ കാണുന്ന ഒരു സ്വപ്നമായിരുന്നു ഇങ്ങനത്തെ ഹബ്ബുകൾ ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത്. ഫസ്റ്റ് ഹബ്ബ് നമ്മളിപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇനി കൊച്ചിയിൽ നമുക്ക് ഇതുപോലെ ഹബ്ബുകൾ വേണം. അതുപോലെ ഇനിയിപ്പോൾ ഞങ്ങൾ ദുബായിലോട്ട് പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്, അവിടെയും നമുക്ക് ഹബ്ബ് മറ്റു കാര്യങ്ങൾ വേണം. ഇനി സ്പാനിഷ്, അറബിക്ക് നമ്മൾ പല പ്ലാനും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അവിടെയൊക്കെ നമുക്ക് പോകാനുണ്ട്. പിന്നെ നമ്മൾ ചെന്നൈ പല സിറ്റീസിലോട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് അവിടെയൊക്കെ ഹബ്ബുകളും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണം. ഇതുപോലെ ഒരുപാട് പേരുടെ ലൈഫ് നമുക്ക് സെറ്റ് ചെയ്യണം. ഇപ്പോൾ 100 പേരുടെ ലൈഫ് നമുക്ക് സെറ്റ് ചെയ്തു. ഇനി ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുടെ ലൈഫ് സെറ്റ് ചെയ്ത് ഫാമിലിനെ രക്ഷപ്പെടുത്തി നമുക്ക് ഇങ്ങനത്തെ ഹബ്ബുകളൊക്കെ ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ പുതിയൊരു എഡ്യൂക്കേഷൻ മോഡൽ ബിൽഡ് ചെയ്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്തി കൊടുക്കുക പരിപാടികളുമായിട്ട് ഒരുപാട് പേരുടെ ലൈഫ് രക്ഷപ്പെടുത്തി നമ്മളിവിടെ ഉണ്ടാവും ബ്രോട്ടോടൈപ്പ് ബ്രോക്യാമ്പിലൂടെ.